കേരളത്തിൽ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. വാഹനങ്ങൾ നിരത്തിലിറങ്ങാത്തത് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില കുറവായിരുന്നു. IT മേഖലയെയും പണിമുടക്ക് ബാധിച്ചു. അതേസമയം നെല്ലിയാമ്പതിയിൽ സമരാനുകൂലികൾ വിനോദസഞ്ചാരികളെ തടഞ്ഞത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. തെക്കൻ കേരളത്തിൽ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. പണിമുടക്കിന് ഹർത്താലിന്റെ പ്രതീതിയായിരുന്നു. ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില കുറവായിരുന്നു. എന്നാൽ മന്ത്രിസഭാ യോഗത്തിനായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സെക്രട്ടേറിയറ്റിലെത്തി. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളെയും പണിമുടക്ക് ബാധിച്ചു. അതേസമയം ടെക്നോ പാർക്കിന്റെ പ്രവർത്തനത്തെ പണിമുടക്ക് സാരമായി ബാധിച്ചില്ല. റെയിൽവേ സ്റ്റേഷനിലെത്തിയ യാത്രക്കാരെ ലക്ഷ്യസ്ഥാനങ്ങളിലെത്തിക്കാൻ പോലീസ് ബദൽ സൗകര്യം ഒരുക്കി. ദേശീയ പണിമുടക്ക് സംസ്ഥാനത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായ കൊച്ചിയെ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാക്കി. കൊച്ചിൻ തുറമുഖത്തും ഷിപ്പ്യാർഡിലും തൊഴിലാളികൾ ജോലിക്ക് കയറിയില്ല. വ്യവസായ മേഖലയായ ഏലൂർ, ഇടയാർ, കളമശ്ശേരി എന്നിവിടങ്ങളിൽ തൊഴിൽ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. IT മേഖലയും ഭാഗികമായി പണിമുടക്കി. നിരത്തുകൾ വിജനമായിരുന്നു. കൊച്ചിൻ കോർപ്പറേഷന് മുന്നിൽ തൊഴിലാളികൾ പൊതുയോഗവും കലാപരിപാടികളും സംഘടിപ്പിച്ചു. കോട്ടയത്തും ഇടുക്കിയിലും തൃശൂരിലും പണിമുടക്ക് പൂർണ്ണമായിരുന്നു. മധ്യ കേരളത്തെ ദേശീയ പണിമുടക്ക് നിശ്ചലമാക്കി. വടക്കൻ കേരളത്തിലും പണിമുടക്ക് ഏറെക്കുറെ പൂർണ്ണമായിരുന്നു. ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടും സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില വളരെ കുറവായിരുന്നു. ഏതാനും ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. വയനാട് അമ്പലവയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലിക്കെത്തിയ അധ്യാപകരെ സമരാനുകൂലികൾ മർദ്ദിച്ചതായി പരാതി ഉയർന്നു. നെല്ലിയാമ്പതിയിൽ സ്വകാര്യ റിസോർട്ടിൽ നിന്നും വിനോദസഞ്ചാരികളെ ഇറക്കിവിടാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. പണിമുടക്കിനെ അനുകൂലിച്ച് കോഴിക്കോട് നടത്തിയ പ്രകടനം CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. പതിവ് പോലെ ദേശീയ പണിമുടക്ക് വടക്കൻ കേരളത്തിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് രഘുനാഥ് നാരായണനും കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിക്കുമൊപ്പം നസീബ് ഓട്ടത്ര, റിപ്പോർട്ടർ, കോഴിക്കോട്.